അപ്പൊ ഇന്നത്തെ പരിപാടി ചിക്കൻ മന്തി. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടത്, ഇതിന്റെ മസാലകൾ കംപ്ലീറ്റ് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ പാചകം ചെയ്യേണ്ടതെന്നുള്ള പോയി നോക്കിയാലോ. അപ്പൊ നമുക്ക് മന്തിയിലേക്കുള്ള ചിക്കന്റെ മസാല തയ്യാറാക്കി എടുക്കാം. അപ്പൊ ആദ്യം ഒരു പാന് സ്റ്റൗമ്മല് വെക്കുക. അതിന് ശേഷം ചെറിയ ജീരകം, അതുപോലെ വലിയ ജീരകം, മല്ലി, കുരുമുളകിന്റെ മണി, 2 ഇല, കറാം പൂവ്, കറാം പട്ട, ഈ സാധനം എല്ലാം കൂടെ നമുക്ക് ഒന്ന് ചൂടാക്കിയെടുത്ത് പൊടിക്കേണ്ടതുണ്ട്. അപ്പൊ ആദ്യം ഒന്ന് പാനിലേക്ക് ഇടുക, ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പൊ നമ്മളിട്ട സാധനങ്ങൾ കംപ്ലീറ്റ് ഈ ചീരമൊക്കെ പൊട്ടി വരുന്ന സമയത്ത് ഇതില് വേറൊരു സംഗതി കൂടി ചേർക്കാനുണ്ട് കേട്ടോ. ഉണക്കനാരങ്ങ ഉണ്ടല്ലോ, അത് ചേർക്കണോ. അതിപ്പോ നമ്മളെ കൈമലില്ലാത്തതും കൊണ്ടാണ് കേട്ടോ ഉണക്കനാരങ്ങ ചേർക്കാത്ത. ഇപ്പൊ ഉണക്കനാരങ്ങ ഉണ്ട്, അതും ചേർത്ത് കൊടുക്കുക. ഒരു നല്ലോണം പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇറക്കി വെക്കുക. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിന്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. നേരത്തെ വറുത്ത് വെച്ച കംപ്ലീറ്റ് മസാല ഈ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തേക്കാൻ കേട്ടോ. ഇത് നമ്മൾ ചിക്കനിൽ മസാലക്ക് ചേർക്കാനുള്ളതാണ്. ഇപ്പൊ ചിക്കന് അത്യാവശ്യം വലിയ സൈസ് പീസ് തന്നെ എടുക്കണം കേട്ടോ. നമ്മളെ മന്തി ഉണ്ടാക്കാൻ വലിയ സൈസ് പീസ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു സ്പൂണ് നമ്മൾ പൊടിച്ചു വെച്ച മസാല ഒരു സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 1.5 സ്പൂൺ ഇട്ടോടി, ഒരു 1.5 സ്പൂൺ ഇടുക. പിന്നെ മന്തി മസാല അത് ഒരു സ്പൂണ്, ഒരു 1.5 സ്പൂൺ അതും ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി ഒരു 2 സ്പൂണ്, 2 സ്പൂണ് മുളക് പൊടി, ഒരു 1.5 സ്പൂണ് കുരുമുളകിന്റെ പൊടി, ചെറിയ ജീരകം പൊടിച്ച് ഒരു സ്പൂണ്, ഇതിനൊരു തുള്ളി ഉപ്പിട്ടെടുക്കട്ടോ. ഒരു തുള്ളി മതി. നമ്മൾ മാഗി ക്യൂബ് ഉപയോഗിക്കുന്നുണ്ട്, ഒരു പീസ് മാഗിൻ്റെ ക്യൂബ് ഇട്ടോ. അത് നല്ലോണം ഇതിലേക്കാട്ട് പൊടിക്കുക. കുറച്ച് കളർ നമുക്ക് ഇതിൽ ചേർത്തെടുക്കട്ടോ. ചിക്കന് നല്ല ചോപ്പ് കിട്ടും. കുറച്ച് കളറ് അതും ഇതിൽ മിക്സായി കൊടുക്കുക. പിന്നെ കുറച്ച് സൺഫ്ലവറിൻ്റെ ഓയിലും കൂടെ എടുക്കുക, അതിനായിട്ട് പാരുക. എടുത്ത മസാലകൾ കംപ്ലീറ്റ് ചിക്കൻ്റെ മുകളിലേക്ക് നല്ല ഞെമിട്ടിയായിട്ട് പിടിപ്പിക്കട്ടോ. ഇതാ ഇതേമാതിരിയായിട്ട് പിടിപ്പിക്കുക. ഇനി നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. എന്നാലാണ് മസാല കംപ്ലീറ്റ് ചിക്കൻ മേല് കറക്റ്റായിട്ട് പിടിക്കുള്ളൂ. പിന്നെ ഇതൊരു മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുക. 1 മണിക്കൂർ മസാല ഒക്കെ തേച്ച് റെഡിയാക്കി വെച്ച ചിക്കന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടിയുണ്ട്. അപ്പം അതേമാതിരിയുള്ളൊരു ചീൻചട്ടിയിലേക്ക് നമ്മൾ ചിക്കൻ കംപ്ലീറ്റ് ആദ്യം നിരത്തി വെക്കുക. എന്നതിന് ശേഷം സൺഫ്ലവറിൻ്റെ ഓയിൽ അത് കുറച്ച് ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ ഒഴിച്ചെടുക്കട്ടോ. പാകത്തിനുള്ള സൺഫ്ലവർ ഒഴിച്ചെടുക്കുക. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ആദ്യം ഒരു 5 മിനിറ്റ് നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കണം കേട്ടോ. ഒന്ന് അടച്ചു വെക്കുക. ഇപ്പം നമുക്ക് ചിക്കനെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ റൈസ് തയ്യാറാക്കി എടുക്കണം. അപ്പം ആദ്യം ഇതേമാതിരി ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. നമ്മളെ റൈസ് ഏകദേശം ഒരു മുങ്ങി നിൽക്കാനുള്ള ഭാഗത്തുള്ള വെള്ളം ഒഴിക്കുക.
നമ്മള് മന്തി ഉണ്ടാക്കാന് എടുത്ത റൈസ് ഏതാന്ന് വെച്ചാല് ഇന്ത്യ ഗേറ്റിന്റെ റൈസാണ് കേട്ടോ. ഇത് നമ്മളൊരു 3 വട്ടവും നല്ലതായിട്ട് കേൾക്കുക. എന്നതിന് ശേഷം ഒരു പാത്രത്തിൽ വിട്ടിട്ട് ഫുള്ള് വെള്ളം നിറച്ചും കഴിഞ്ഞ് ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് കുതിർത്തിയെടുക്കണം. അപ്പൊ നമ്മൾ അടുപ്പത്ത് വെച്ച വെള്ളം നല്ലോണം ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പൊതിർത്തി വെച്ച മന്തിന്റെ റൈസ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. അരിയൊക്കെ ഇട്ടതിന് ശേഷം അരി നല്ലോണം ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കട്ടോ. അതിന് ശേഷം ഏലക്കായി, കറാമ്പൂവ്, ജീരകം, കറാമ്പട്ട ഈ സാധനം ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. പിന്നെ അതുപോലെ ക്യാരറ്റ്, ക്യാപ്സിക്കോ അരിഞ്ഞ് അതും ഇതിലേ ചേർത്ത് കൊടുക്കട്ടോ. പിന്നെ പാകത്തിനുള്ള ഉപ്പിട്ടെടുക്കുക. പാകത്തിനുള്ള ഉപ്പൊന്ന് ഓവറായി പോയിട്ടോ, പാകത്തിനുള്ള ഉപ്പിടുക. എന്നിട്ട് നന്നാക്കി ഒന്ന് ചെറുങ്ങനെ ഒന്ന് മിക്സായി കൊടുക്കട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സായി കൊടുക്കുക. അരി വേവണ ആ സമയത്ത് നമുക്ക് ഈ ചിക്കനെ ഒന്ന് തുറന്നു നോക്കണം കേട്ടോ. തുറന്നു നോക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടോ. പറ്റി കരിഞ്ഞു പോയാൽ പ്രശ്നമാണ്. ചിക്കന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. നമ്മളെ റൈസേ അത്യാവശ്യം ഒരു 80% പോലെ വെന്തിക്കണ്. ഇതേമാതിരി ചെയ്യട്ടോ. ഏകദേശം ഒരു 80% പോലെ വെന്തിക്കണ്. ഇനി നമുക്കൊന്ന് ഇറക്കി വെക്കുക. നമ്മളെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ വെച്ച് 5 മിനിറ്റ് കൂടുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. വേട് നോക്കണം. ഇപ്പത്തെ ഏകദേശം പാകത്തിനുള്ള വേവായിക്കിന്. ഇനി ഇത് നമുക്കൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മളെ ഫ്രൈ ചെയ്ത ചിക്കന് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടതാ. ഇതേമാതിരി അടിയിൽ അടുക്കി വെക്കുക. പൊരിച്ച ഫ്രൈ വെച്ച ചിക്കന് കംപ്ലീറ്റ് വേറൊരു പാത്രത്തിലേക്ക്, ഇത് ദമ്മിടാനുള്ള പാത്രമാണ് കേട്ടോ, വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കിന്. അതേമാതിരി പൊരിച്ചതിന്റെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ഓയില്, അത് ഇതിന്റെ അടിയിൽ കുറച്ചൊന്ന് ഒഴിച്ചെടുക്കട്ടോ. അതേമാതിരി ജസ്റ്റ് ഒന്ന് ഒഴിച്ചെടുക്കുക എല്ലാ ഭാഗത്തേക്കും. ഇതിനു ശേഷം നമ്മളിതാ തയ്യാറാക്കി വെച്ച റൈസ്, 80% വേവിച്ച റൈസ്, അതാ ഫുള്ള് വെള്ളം വറ്റിച്ചിട്ട് ഇതിന്റെ മുകളിലേക്ക് അങ്ങനെ നിരത്തി ലെവലാക്കി വെച്ചെടുക്കട്ടോ. അതേമാതിരി നമ്മളെ റൈസ് കംപ്ലീറ്റ് ഒരു പാത്രത്തിലെ മാറ്റിയത് അതേമാതിരി ഒന്ന് ലെവലാക്കി കൊടുക്കട്ടോ. പിന്നെ അതിന് ശേഷം ഒരു 5-6 പച്ചമുളക് ഇതിന്റെ മുകളിൽ അതേമാതിരി ഇങ്ങനെ കുത്തിവെച്ചെടുക്കട്ടോ എല്ലാ ഭാഗത്തും. പച്ചമുളക് മുറുക്കിയൊന്നും വേണ്ട, ഫുൾ പച്ചമുളക് അതേമാതിരി ഒന്ന് ചീരച്ചെടുക്കുക. പിന്നെ അതിന് ശേഷം ഒരു ചെറിയ പാത്രത്തിൽ കരിക്കട്ട ഒന്ന് പോയിച്ച് ലേസം ഓയിൽ വാർന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പോഞ്ഞോളൂ. അതെടുക്കുക. നമ്മുടെ റൈസിന്റെ സെൻട്രൽ അവിടെ കുത്തിയാട് വെക്കുക. ഇനി ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കേണ്ടിയുണ്ട്. ദമ്മിലിട്ട് ഒന്ന് എടുത്തു നോക്കുക. എടുത്തതിന് ശേഷം നമ്മൾ സ്പെഷ്യൽ സാധനം ഉണ്ട് കേട്ടോ. ഇതാണ് ഈ മന്തിന്റെ ഏറ്റവും ടേസ്റ്റ് ഉള്ള സാധനം. ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ആടിന്റെ നെയ്യാണ് കേട്ടോ, നെയ്യിരിക്കുകയാണ്. അത് ജസ്റ്റ് ഒന്ന് ചെറുങ്ങനെ ഇതിന്റെ മുകളിൽ കൂടെ
ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചെടുക്കട്ടോ. ആടിൻ്റെ നെയ്യാണ്. ഇതാണ് ഈ മന്തിൻ്റെ ടേസ്റ്റിനുള്ള മെയിൻ സാധനം. അതാരും മറന്നോണ്ട. ഇത് നമുക്കൊന്ന് ഇറക്കി വെക്കുക. ഇറക്കി വെച്ചതിന് ശേഷം നമുക്കിതാ ഇതിൻ്റെ അടിയിലുള്ള ചിക്കന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കട്ടോ. കംപ്ലീറ്റ് ചിക്കനും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം റൈസ് നല്ലോണം അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കട്ടോ. ഇതേമാതിരി നല്ലതായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അടിയിലെ ചിക്കൻ്റെ ആ ഗ്രേവി കംപ്ലീറ്റ് നമ്മളെ ചോറിൽ ഒന്ന് മിക്സ് ആകണ വരെ നല്ലോണം ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ നമ്മളെ മന്തിൻ്റെ കംപ്ലീറ്റ് പരിപാടിയും കഴിഞ്ഞിട്ടതാ. നല്ല അടിപൊളിയായിട്ട് ഫുള്ള് ഇറച്ചിയും അതുപോലെ തന്നെ റൈസൊക്കെ കംപ്ലീറ്റ് നല്ല അടിപൊളിയായിട്ട് വന്നിക്കണ്. ഇനി നമുക്ക് അടുത്ത പരിപാടി ഇതിൻ്റെ അപ്പുറം കൂട്ടിനെ ഒരു സോസ് തയ്യാറാക്കാണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അതിന് തക്കാളി ചെറുതായിട്ട് അരിയുക, വെളുത്തുള്ളി, അതുപോലെ തന്നെ വടിയുള്ളിൻ്റെ ഒരു ചെറിയൊരു പീസ് മതി കേട്ടോ. വെളുത്തുള്ളി, പച്ചമുളക്, ഈ സാധനം കംപ്ലീറ്റ് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇടുക. പിന്നെ പാകത്തിനുള്ള ഉപ്പ് അതും ഇട്ട് കൊടുക്കുക. ഒരു പൂനാരങ്ങ, ഇതിൻ്റെ കുരു പോക്കണം കേട്ടോ, മറ്റു ചോയ വരും. പൂനാരങ്ങ നല്ലതായിട്ട് പിഴിഞ്ഞെടുക്കുക. പൂനാരങ്ങൻ്റെ നീര് അതേമാതിരി നല്ലതായിട്ട് അടിച്ചെടുക്കുക. ഇതാണ് മെയിൻ സാധനം കേട്ടോ. ഇത് കൂട്ടിയാലേ മന്തിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ അടുത്ത പരിപാടി നമ്മൾ ഉണ്ടാക്കിയ മന്തി എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. അപ്പൊ തൂമ് കുറച്ചായിട്ട് ഒഴിക്കതാ. അയ്യവാ ഇതേപോലെ തന്നെ വേറൊരു സൈസ് തൂമാട്ടത് ഇതുമായിട്ട് ഒഴിക്കുക. കഴിച്ചോ, തിന്നല്ലേ നമുക്ക്, തിന്നല്ലേ, ടേസ്റ്റ് പറഞ്ഞെടുക്കല്ലേ എങ്ങനെയുണ്ടെന്നുള്ളത്. ആകാട്ട് നല്ല തുറന്നാൽ മതി. എന്താ കടിച്ചുടിച്ചാണ് ചിക്കൻ അടിക്ക്, ചിക്കന് ആകാട്ട്. ഒന്നും പറയാനില്ല, ഫുള്ള് വെന്ത് പാകത്തിനയക്കുന്നു കേട്ടോ. സൂപ്പറല്ലേ, അടിപൊളിയാന്ന് പറഞ്ഞെടുക്ക്. അടിപൊളിയാട്ടോ. വേറെ ലെവല് സാധനം കിട്ടും, ഒന്നും പറയാനില്ല, അടിപൊളി സൂപ്പർ ടേസ്റ്റ്. നമ്മളെ ചിക്കനൊക്കെ നല്ല വെന്ത് അടിപൊളിയായി. ചിക്കനൊക്കെ ആ പുകഞ്ഞ് ചെയ്യണ്ടല്ലോ, വേറെ ലെവൽ തന്നെ. ഇതുപോലുള്ള റെസിപ്പികളൊക്കെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഓക്കെ, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.